വടക്കഞ്ചേരി ടൗണിലെ മാലിന്യം നടപടിക്കൊരുങ്ങി ഗ്രാമപഞ്ചായത്ത്. നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കും. മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ശക്തമായ നടപടി. വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപം ടൗൺ മാരിയമ്മൻ കോവിൽ പരിസരം തുടങ്ങി ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യം കൂമ്പാരമാകുന്നതുമൂലം തെരുവുനായ ഭീതി എന്ന വാർത്ത UTV ന്യൂസ് പ്രക്ഷേപണം ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് സത്വര നടപടിക്കൊരുങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി. വ്യാപകമായി മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതുമൂലം തെരുവുനായ്ക്കളുടെ ശല്യം വർദ്ധിച്ചത് പൊതുജനങ്ങളിൽ പ്രതിഷേധത്തിനും ഇടയാക്കിയിരുന്നു. ഇതോടെ BJPയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനിരിക്കെയാണ് അധികൃതർ നടപടിക്കൊരുങ്ങിയിരിക്കുന്നത്. മാലിന്യം തള്ളുന്നത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമായതിനാൽ ഇവിടെ വളച്ചുകെട്ടി സംരക്ഷിക്കാൻ നിർദ്ദേശം നൽകുകയും അല്ലാത്തപക്ഷം നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നത് തടയാൻ എത്രയും പെട്ടെന്ന് CCTV ക്യാമറകൾ സ്ഥാപിക്കാനും കൂടാതെ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങളുടെ സഹായവും പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ ചുവട്ടുപാടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴ ഈടാക്കാനും മുഖം നോക്കാതെ കർശന നടപടി സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഞങ്ങൾ വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർ ആ സ്ഥലത്ത് പോവുകയും പരിശോധിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ മാലിന്യം ഒരുപാട് തള്ളുന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടികളും അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളും കണ്ടെത്തി. അതിൽ നിന്ന് മാലിന്യങ്ങൾ വളരെ വേഗത്തിൽ നിർമ്മാർജ്ജനം ചെയ്യുകയും പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുള്ള ആളുകളെ നേരിട്ട് വിളിച്ചു വരുത്തി ആ സ്ഥലം അവരോട് സംരക്ഷിച്ച് വേലി കെട്ടി തിരിച്ച് അതിലേക്ക് മാലിന്യം വരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമീപത്തെ ഒരു നിരീക്ഷണ ക്യാമറകൾ അവിടെ സഹകരിച്ചുകൊണ്ട് ആ പ്രദേശത്തെ ആളുകൾ താൽക്കാലികമായി പെട്ടെന്ന് അടിയന്തരമായി അത് സ്ഥാപിക്കാനും അത് നടപ്പിൽ വരുത്താനും ആലോചിക്കുന്നുണ്ട്. പിന്നീട് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ പദ്ധതി നിലവിലുണ്ട്. വളരെ വേഗത്തിൽ തന്നെ അതും പൂർത്തീകരിച്ച് ചേർത്തല കടയുടെ നിലവിൽ മുൻവശത്തുള്ള ഈ റോഡ് ഉപകാരപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. അത് ഈ അടുത്ത കാലത്ത് തന്നെ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് നടപ്പിൽ വരുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികല ടീച്ചർ, സെക്രട്ടറി TS അബിൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ രാജഗോപാൽ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.